നമസ്കാരം. എന്തുകൊണ്ട് നമ്മൾ തോറ്റു? അത് സി പി എമ്മുകാർ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്. പക്ഷേ ഇതുവരെയായി കൃത്യമായ ഒരു ഉത്തരം കണ്ടെത്താൻ സി പി എം എന്ന് പറയുന്ന ഒരു പാർട്ടിക്കോ അതിൻ്റെ നേതൃത്വത്തിനോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വാസ്തവമാണ്. പലരും പലതും പറയുന്നുണ്ട്. അതായത് പാർട്ടിക്ക് മേലെ സർക്കാർ വളർന്നു, അല്ലെങ്കിൽ ചില നേതാക്കന്മാരുടെ അധീശത്വം ഉണ്ടായിരുന്നു. ഇതൊക്കെ പലപ്പോഴും പലയിടങ്ങളിലും ചർച്ച ചെയ്യുന്നുണ്ട്. താഴേക്കിടയിലേക്ക് പാർട്ടിയുടെ പ്രവർത്തനം കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെ തുടങ്ങി നിരവധി. ഇപ്പോൾ പാർട്ടി കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് ചില നിർദ്ദേശങ്ങൾ, അല്ലെങ്കിൽ പാർട്ടി പിണറായി സർക്കാരിൻ്റെ കാലത്ത് പാർട്ടിക്ക് സർക്കാരിൽ നിയന്ത്രണം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് സി പി എമ്മിൻ്റെ ആൾക്കാരത് തുറന്ന് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ ഒരു കാലത്ത് എം വി ഗോവിന്ദൻ എന്ന് പറയുന്ന പാർട്ടി സെക്രട്ടറി, എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് ഒരിക്കൽ പോലും പാർട്ടിയിൽ ഒരു വലിയ സ്വാധീനം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പാർട്ടിയെയോ പാർട്ടി പ്രവർത്തകരെയോ അണികളെയോ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ശേഷിക്കുറവ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. നമുക്കറിയാവുന്ന പോലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും അധികം മാധ്യമങ്ങളെ കാണാൻ പാർട്ടി സെക്രട്ടറി ആയിരുന്നില്ല മുന്നിൽ നിന്നത്. അതേസമയം നമ്മുടെ എം സ്വരാജ് ആയിരുന്നു എന്നുള്ള കാര്യവും എല്ലാവർക്കും ബോധ്യമുള്ളതാണ്. കാരണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഒരു പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്ന ഒരാൾ സ്വന്തം അധികാര പരിധി ഉപയോഗിച്ചുകൊണ്ട്, അല്ലെ സ്വന്തം അധികാരം ഉപയോഗിച്ചുകൊണ്ട് സ്വന്തം ഭാര്യയെ തന്നെ തളിപ്പറമ്പ് പോലെ ഒരു മണ്ഡലത്തിൽ നിർത്തുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും പാർട്ടി സെക്രട്ടറിക്കെതിരായി ശക്തമായ ഒരു മൂവ്മെൻ്റ് ഉണ്ടാകും, പാർട്ടി സെക്രട്ടറിക്കെതിരായി ശക്തമായ ഒരു വികാരമുണ്ടാകും എന്നുള്ള കാര്യം നമുക്ക് ഊഹിക്കാൻ കഴിയുന്ന കാര്യം തന്നെയാണ്. ഇവിടെ നോക്കിക്കോളൂ, ഇതിനു മുൻപ്, അതായത് ദുർബലനായ പാർട്ടി സെക്രട്ടറി എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. വി എസ് അച്യുതാനന്ദൻ നമ്മുടെ സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് പിണറായി വിജയനായിരുന്നു പാർട്ടിയുടെ സെക്രട്ടറി. അപ്പോൾ ആ പാർട്ടി സെക്രട്ടറിക്ക് ഇവിടുത്തെ പല കാര്യങ്ങളും നിയന്ത്രിക്കാനുള്ള കഴിവുണ്ടായിരുന്നു, ആർജവമുണ്ടായിരുന്നു. അത് പിണറായി വിജയൻ്റെ സ്ഥാനത്തേക്ക് പിന്നീട് എത്തിയത് വിജയരാഘവൻ കോടിയേരി സഖാവായിരുന്നു. കോടിയേരി സഖാവ് ഇരിക്കുന്ന കാലഘട്ടത്തിലും അത് അങ്ങനെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. പിന്നീട് ഇങ്ങോട്ട് വന്നപ്പോഴാണ് കോടിയേരി പോയി വിജയരാഘവൻ വരുമ്പോൾ അവിടെ മുതൽ ഇങ്ങോട്ട് വെറും കടലാസ് പുലികളായി സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിമാർ മാറുന്ന കാഴ്ച കാണേണ്ട ഗതികേടുണ്ടായി. പിന്നീട് ഇങ്ങോട്ട് പരിശോധിച്ചുള്ളൂ, ഇവിടെ ചില കാര്യങ്ങൾ, ചില പദ്ധതി നടത്തിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർട്ടി ചില മാർഗനിർദ്ദേശങ്ങൾ നടത്തുമായിരുന്നു. അത് പാർട്ടിയുടെ തീരുമാനങ്ങളും നയപരമായ കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് അത് നടപ്പിലാക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി പക്ഷേ ഒരു മാർഗനിർദ്ദേശങ്ങൾ നടത്തുമായിരുന്നു. പക്ഷേ പിന്നീട് ഈ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ അതൊന്നും ഉണ്ടായില്ല എന്നുള്ള കാര്യവും ഈ പറയുന്ന പോലെ പാർട്ടി അംഗീകരിക്കുന്നു. അതോടൊപ്പം തന്നെ നമുക്കറിയാം, തദ്ദേശ സ്ഥാപനങ്ങളിലും തെരഞ്ഞെടുപ്പുകൾ, പിന്നീടുണ്ടായ നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഇതിലെല്ലാം ഈ പറയുന്ന പാർട്ടിയുമായി ബന്ധപ്പെട്ടുള്ള പരാജയത്തിൻ്റെ ഡീറ്റെയിൽ ഒന്നും ഇതുവരെ പഠനം നടക്കുന്നേ ഉള്ളൂ. പിന്നീട് എന്താണ് പോലീസ് അട്രോസിറ്റീസ്, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലഘട്ടത്തിലുണ്ടായ ഏറ്റവും വലിയ പിടിപ്പുകേടതല്ലേ ഈ പറയുന്ന പോലെ നവകേരള സദസ്സിനിടയിലുണ്ടായ ഈ പറയുന്ന പോലീസ് അതിക്രമങ്ങൾ. ഇതൊക്കെ നരനയാട്ട് പോലെയുള്ള പോലീസ് അതിക്രമങ്ങൾ, അതിനെയൊക്കെ എത്രയൊക്കെ മൂടി വെച്ചിരുന്നാലും ശരി, അതൊക്കെയും ഈ ജനങ്ങൾക്കിടയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ജനകീയ വിഷയങ്ങളായി മാറിയിരുന്നില്ലേ? എന്താ പറയുക, അന്ന് മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാർ എ ഡി തോമസ് അടക്കമുള്ള ഇവിടുത്തെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിച്ച സമയത്ത് അതിനെ മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചത് എങ്ങനെയായിരുന്നു? പിണറായി വിജയൻ വിശേഷിപ്പിച്ചത് ജീവൻ രക്ഷാ പ്രവർത്തനമെന്നായിരുന്നു. അങ്ങനെ ആയിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. അതൊരു തെറ്റായ തീരുമാനമായിരുന്നു എന്ന് ഒരു ഘട്ടത്തിൽ പോലും തോന്നിയിരുന്നില്ലെന്നേ. അതുകൊണ്ട് ഇപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് റിപ്പോർട്ട് തിരുത്തിയതിൻ്റെ പേരിൽ MR അജിത് കുമാർ എന്ന് പറയുന്ന AGGPയെ സസ്പെൻഷനിലേക്ക് പറഞ്ഞു വിട്ടു. അപ്പോൾ ഇങ്ങനെ ഒരു തിരിമറി നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ഇപ്പോൾ ജനങ്ങളുടെ മുന്നിലേക്ക് പാർട്ടി വെച്ചു കൊടുക്കുകയല്ലേ. പിന്നെന്താ സംഭവിച്ചെന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ കുറേയൊക്കെ ഇങ്ങനെയാണ് വരിക. അപ്പോൾ ഈ പാർട്ടി, അതായത് ഈ പറയുന്ന സ്വേച്ഛാധിപത്യത്തിനെതിരെ ബ്യൂറോക്രസിയുടെ സ്വേച്ഛാധിപത്യം, അപ്പോൾ പോലീസ് അട്രോസിറ്റീസ് ഉണ്ടായിരുന്നു. ഈ പറയുന്ന ബ്യൂറോക്രസിയുടെ, അതായത് ഉദ്യോഗസ്ഥ വൃന്ദത്തിൽ നിന്നുള്ള ഒരു സ്വേച്ഛാധിപത്യം ഉണ്ടായിരുന്നു. ഇതിനൊക്കെ എതിരെ പാർട്ടി പ്രവർത്തകർക്കും ഒരു ശക്തമായി ഒരു നീക്കം നടത്തിയിരുന്നു. എന്ത് സംഭവിച്ചു? ചില മന്ത്രിമാർ ഇവിടുത്തെ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളെ വല്ലാതെ അമിതമായി വിശ്വസിച്ചു എന്ന രീതിയിലുള്ള ഒരു പരാതി വരുന്നുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർട്ടിയുടെ ബഹുജന സംഘടനകൾ ജനകീയ വിഷയങ്ങൾ ഏറ്റെടുത്ത് ജനങ്ങളെ അണിനിരത്തിയിരുന്നു. കഴിഞ്ഞ 10 വർഷം ഈ പറയുന്ന സംഭവങ്ങൾ ഒന്നും ഉണ്ടായില്ല. സത്യമാണ്, കഴിഞ്ഞ 10 വർഷം കൊണ്ട് പിണറായി സർക്കാർ ഇവിടെ വികസന പ്രവർത്തനം നടത്തിയോ ഇല്ലയോ എന്നുള്ളതിനപ്പുറത്തേക്ക് പാർട്ടി എന്ത് ചെയ്തു എന്ന് പറയുന്ന ഒരു വലിയ ചോദ്യം നമ്മുടെ മുന്നിലുണ്ടെന്നേ. പാർട്ടി എന്താണ് ചെയ്തത്?
പാർട്ടിക്ക് അങ്ങനെ എടുത്തു പറയാനുള്ള ഒരു ജനകീയ സമരം നമുക്കിവിടെ ചൂണ്ടിക്കാണിച്ചു തരാൻ കഴിയുമോ? അവിടെ പോയിട്ട് മന്ത്രിമാർ ഇവിടെ പിന്നെ പാർലമെന്റിന് മുന്നിൽ പോയി നിന്നുകൊണ്ട് നമുക്ക് കിട്ടേണ്ട നികുതി വിഹിതം കിട്ടുന്നതിന് വേണ്ടി സമരം ചെയ്തിട്ടുണ്ടാകാം. അല്ലാതെ നമ്മുടെ സംസ്ഥാനത്തിനകത്തുള്ള അല്ലെങ്കിൽ പൊതുജനത്തെ ബാധിക്കുന്ന ഏതെങ്കിലും വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സമരമുഖത്തേക്ക് ഇവിടെ പാർട്ടി പോയിട്ടില്ല. അത് പാർട്ടിയുടെ ഏറ്റവും വലിയ ദോഷമായി മാറേണ്ടി വരും. അതോടൊപ്പം തന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അഹങ്കാരം, അഴിമതി, സ്വജനപക്ഷപാതം, ആഡംബര ജീവിതശൈലി എന്നിങ്ങനെയുള്ള മോശപ്പെട്ട പ്രവണതകൾ ചില നേതാക്കളിൽ ഉണ്ടായിരുന്നു. നമുക്കറിയാം, ഇതിനിടയ്ക്ക് ഇവരെല്ലാം ഏത് വിധേനയും പണം ഉണ്ടാക്കുക, സർക്കാർ അധികാരത്തിൽ ഇരിക്കുന്ന സമയത്ത് എങ്ങനെയും പണം ഉണ്ടാക്കുക എന്ന് പറയുന്ന ഒരു നിലവാരത്തിലേക്ക് പാർട്ടിയിലെ പല നേതാക്കന്മാരും അധപ്പതിച്ചു. വാസ്തവമാണെന്നേ. അങ്ങനെ അധപ്പതിച്ചു പോയ ഒരു സാഹചര്യത്തിൽ ഇതിനെ ചൂണ്ടിക്കാട്ടാനോ നമുക്കറിയാം, പിന്നെ കരുനാഗപ്പള്ളി മേഖലാ കമ്മിറ്റിയിലുണ്ടായ വിഷയം എന്തൊക്കെയായിരുന്നു? അത് ഏറ്റവും ഒടുവിൽ പിരിച്ചുവിടേണ്ട അവസ്ഥയിലേക്ക് വന്നില്ലേ? അപ്പം ഇങ്ങനെ തുടങ്ങി പാർട്ടിയിൽ വിഭാഗീയതയുണ്ടാകുകയും ചില നേതാക്കന്മാർക്ക് അവർക്ക് അവിടെ ആഡംബര ജീവിതം നയിക്കുന്നതിന് വേണ്ടിയിട്ട് പാർട്ടിയെ കാണുകയും ചെയ്തു എന്നുള്ള ഒരു വിലയിരുത്തലും ഈ പാർട്ടി കേന്ദ്ര കമ്മിറ്റി വിമർശനം ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ സംഭവിച്ചത് എന്താ? നമുക്കറിയാം, ആലപ്പുഴയിൽ നിന്നുള്ള ഒരു കൗൺസിലർ എന്താ ചെയ്തത്? അദ്ദേഹത്തിൻ്റെ കോടിക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള ലോറിയിൽ നിന്നും അതേ അളവുള്ള നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടുന്ന സാഹചര്യം ഉണ്ടായി. ഇതൊക്കെ പാർട്ടിക്ക് ദോഷകരമായി മാറി. കായംകുളത്തൊരു MLA മകൻ തകഴി പാലത്തിൻ്റെ അടിയിൽ പോയിരുന്നുകൊണ്ട് കഞ്ചാവ് വലിച്ചത് ഈ നാട്ടിൽ ചർച്ച ചെയ്യപ്പെട്ടു. ഇതൊക്കെ അപ്പോഴും യോദ്ധാവ് എന്ന പേരിൽ സംസ്ഥാന സർക്കാർ ഇവിടെ ലഹരി വിരുദ്ധത പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഒരു സ്വന്തം MLA കായംകുളം MLA മകനെ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് പിടികൂടുന്നത്. ഈ മറ്റ് വിഷയങ്ങളിലേക്ക് പോയാൽ പാർട്ടിയിൽ വലിയ തോതിൽ ഒരു വിഭാഗീയത ഉണ്ടായിരുന്നേ. പിന്നെ അതോടൊപ്പം ഭരണവിരുദ്ധ വികാരം ഇല്ലായിരുന്നുവെന്ന് സംസ്ഥാന നേതൃത്വം വിശദീകരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഭരണവിരുദ്ധം വികാരമുണ്ട് എന്ന് തന്നെയാണ് കേന്ദ്ര കമ്മിറ്റി ഉറപ്പിച്ചു പറയുന്നത്. അപ്പോൾ എന്താണ്? ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ പത്മകുമാർ, അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തപ്പോൾ അഖിലേന്ത്യാ നേതൃത്വം സംസ്ഥാന സെന്ററിൽ ബന്ധപ്പെട്ട് അച്ചടക്ക നടപടിക്ക് നിർദ്ദേശം നൽകിയിരുന്നു എന്നുള്ള വിവരം ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. പത്മകുമാറിനെ എന്തിനു സംരക്ഷിച്ചു? പത്മകുമാർ തെറ്റുകാരനാണ്. അതോടൊപ്പം SIT പത്മകുമാറിനെ അറസ്റ്റ് ചെയ്ത സാഹചര്യം ഉണ്ടായി. എന്നിട്ട് കൂടി പത്മകുമാറിനെതിരായി ചെറുവിരൽ അനക്കാൻ കഴിഞ്ഞിട്ടില്ല ഇവിടുത്തെ പാർട്ടിക്ക്. ഒന്നും ചെയ്തില്ല. ഇത് പൊതുജനം കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമല്ലേ? അത് മാത്രമല്ല, പത്മകുമാറിനെതിരെ അച്ചടക്ക നടപടി ഉണ്ടാകണമെന്ന് കേന്ദ്ര കമ്മിറ്റി നിർദ്ദേശം ഉണ്ടായിരുന്നിട്ട് കൂടി സംസ്ഥാന കമ്മിറ്റി അത് കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ലേ? അപ്പോൾ അതും പാർട്ടിക്ക് ദോഷകരമായി ബാധിച്ചു എന്നുള്ളത് തന്നെയാണ്. പിന്നെ എന്താ? PM ശ്രീ വിഷയം. അടുത്ത വേറൊരു വിഷയം എടുത്ത് നോക്ക്, PM ശ്രീ വിഷയം. അതിനെതിരായും ഈ പറയുന്ന കേന്ദ്ര കമ്മിറ്റിയിൽ നിർദ്ദേശം ഉണ്ട്. അപ്പോൾ നമ്മൾ ആലോചിക്കൂ, അവിടെ എന്താ സംഭവിച്ചത്? PM ശ്രീ വിഷയത്തിൽ മുന്നണിയിൽ അത് ചർച്ച ചെയ്തില്ല, ഏകപക്ഷീയമായി തീരുമാനമെടുത്തു എന്നുള്ള നിലയിലേക്കല്ലേ CPI ആ ഒരു വിഷയത്തെ കൊണ്ടുപോയത്? CPI ആ ഒരു വിഷയത്തെ കൊണ്ടുപോയി മുന്നണി മര്യാദകൾ CPM പാലിച്ചില്ല എന്ന് പറയുന്ന കുറ്റകരമായൊരു കാര്യം വന്നിരുന്നു. എന്നാൽ ഇത് കേന്ദ്ര കമ്മിറ്റി ഇടപെട്ട ആ പ്രശ്നം പരിഹരിച്ചു എങ്കിൽ തന്നെയും സമയം വൈകിപ്പോയി. ജനങ്ങളുടെ മനസ്സിൽ CPIയും അല്ലെങ്കിൽ ഒരു മുന്നണിയിൽപ്പെട്ട LDF എന്ന് പറയുന്ന മുന്നണിക്കകത്ത് തമ്മിൽ തർക്കമാണ് എന്ന് പറഞ്ഞില്ലേ? പിന്നെ എന്താ? ഇവിടെ സ്ഥാനാർത്ഥി നിർണയം വന്നപ്പോഴോ സ്ത്രീകൾക്ക് മതിയായ പ്രാതിനിധ്യം ലഭിച്ചോ? യുവാക്കൾക്ക് മതിയായ പ്രാതിനിധ്യം ലഭിച്ചോ? ഇല്ല. ഇവർക്കൊന്നും മതിയായ പ്രാതിനിധ്യം ലഭിച്ചില്ല എന്ന് മാത്രമല്ല, ന്യൂനപക്ഷക്കാരെയും തള്ളിക്കളഞ്ഞു. ഇതൊക്കെ ഈ പറയുന്ന വീഴ്ചയായി നമുക്ക് കാണേണ്ടി വരും. അവിടെ ഈ ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആഗോള അയ്യപ്പ സംഘം സംഘടിപ്പിച്ചു. ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്തായിരുന്നു? ഉത്തർപ്രദേശിൽ കിടക്കുന്ന ഹിന്ദുവാദി ഹിന്ദുത്വ അജണ്ട എങ്ങനെ രാജ്യത്ത് നടപ്പിലാക്കാം എന്നതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് ഉത്തർപ്രദേശിൻ്റെ യോഗി ആദിത്യനാഥ്. എന്നാൽ ഇവിടെ CPM നിലകൊള്ളുന്നത്, അല്ലെങ്കിൽ CPM നിലകൊള്ളേണ്ടത് എങ്ങനെയാണ്? CPM നിലകൊള്ളേണ്ടത് ഇവിടുത്തെ പിന്നെ സംഘപരിവാർ അജണ്ടയ്ക്കെതിരെയായിരുന്നു. ആ അജണ്ടയ്ക്കെതിരെ സംസാരിക്കേണ്ടിയിരുന്ന CPMൻ്റെ അല്ലെങ്കിൽ CPM നയിക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ഉത്തർപ്രദേശിൽ അതുവരെ ഈ പറയുന്ന ബുൾഡോസർ രാജ്യമായി നടക്കുന്ന രാജ്യമെങ്ങും ഒരു മനുഷ്യത്വരഹിതനായി പ്രഖ്യാപിക്കപ്പെട്ടു കഴിഞ്ഞ ഒരു മുഖ്യമന്ത്രിയുടെ ആശംസാ പ്രസംഗം വായിക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ എന്നുള്ള ചോദ്യം ഉയർത്തുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഈ പറയുന്ന പോലെ പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ ഇതിനു മുമ്പ് പറഞ്ഞ കണ്ണൂർ ജില്ലയിലെ സ്ഥാനാർത്ഥി നിർണയം വീഴ്ച പറ്റി. പലയിടങ്ങളിലും സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് പാർട്ടിക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട്. അവിടെ TK ഗോവിന്ദൻ മാസ്റ്റർ എതിർപ്പ് പറഞ്ഞപ്പോൾ TK ഗോവിന്ദൻ മാസ്റ്ററുടെ വീട്ടിൽ പോയിരിക്കാൻ അല്ലായിരുന്നു അന്ന് CPM പറയേണ്ടിയിരുന്നത്.
ടി കെ ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞതിനകത്ത് കാര്യമുണ്ടോ എന്ന് അന്വേഷിക്കണമായിരുന്നു. അത് മനസ്സിലാക്കി ഒരു നടപടിയിലേക്ക് പോവുകയായിരുന്നു. യഥാർത്ഥ പാർട്ടി വിജയിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. അടിമുടി പാർട്ടി എന്ന് പറയുന്ന ഒരു സംവിധാനം, CPM എന്ന് പറയുന്ന ഒരു സംവിധാനം തോൽവിക്ക് CPM-ൻ്റെ നിലപാടുകളും സർക്കാരിൻ്റെ നിലപാടുകളും കാരണമായി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കണ്ണൂരുമായി ബന്ധപ്പെട്ട് വി കുഞ്ഞികൃഷ്ണൻ ഉയർത്തിയ ഒരു വിവാദമുണ്ടായിരുന്നല്ലോ. ആ വിവാദത്തെ പരിഹരിക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞോ? ഇല്ല. അവിടെ മതിയായ വിശദീകരണം ഈ പാർട്ടി ഇവിടെ പൊതുജനത്തിൻ്റെ മുമ്പിലേക്ക് ഇട്ടുകൊടുത്തോ? ഇല്ല. കുഞ്ഞികൃഷ്ണനെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താനോ കുഞ്ഞികൃഷ്ണനെ പാർട്ടിക്കുള്ളിൽ നിലനിർത്താനോ കഴിഞ്ഞോ? ഇല്ല. പകരം എന്ത് ചെയ്തു? വി കുഞ്ഞികൃഷ്ണൻ്റെ വീട് കയറി ആക്രമിക്കുന്ന, വി കുഞ്ഞികൃഷ്ണനെ അനുകൂലമായി സംസാരിച്ചവരുടെ വീടുകളിലേക്ക് അക്രമവും തീവെപ്പ് നടത്തിക്കൊണ്ട് പാർട്ടി മറ്റൊരു തലത്തിലേക്കാണ് അതിനെ കൊണ്ടെത്തിച്ചത്. ഗോവിന്ദൻ മാസ്റ്ററെ ചീത്ത വിളിച്ചിട്ട് കാര്യമില്ല. ടി കെ ഗോവിന്ദൻ മാസ്റ്ററെ ചീത്ത വിളിക്കുകയായിരുന്നില്ല. ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞതിൽ കാര്യമുണ്ടോ എന്ന് നോക്കണമായിരുന്നു. തളിപ്പറമ്പിൽ പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യയ്ക്കായിരുന്നില്ല സീറ്റ് കൊടുക്കേണ്ടിയിരുന്നത്. അങ്ങനെ കണ്ണൂർ ജില്ലയുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥി നിർണയത്തിൽ വീഴ്ച പറ്റിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ കേന്ദ്ര കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരം നമ്മുടെ സംസ്ഥാനത്ത് CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയിൽ അടിമുടി വീഴ്ച സംഭവിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം, ഉദ്യോഗസ്ഥരെ താങ്ങി നിർത്തിയതിലടക്കം, അങ്ങനെ പല കാര്യങ്ങളിലും പാർട്ടിക്ക് സർക്കാരിന് മേലെ അധികാരം ചെലുത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതിലടക്കം നമ്മുടെ സംസ്ഥാന നേതാക്കന്മാരടക്കമുള്ള CPM-ൻ്റെ നേതാക്കന്മാർ സാധാരണക്കാരിൽ നകന്നുപോയി ആഡംബര ജീവിതം നയിക്കുന്നു എന്നുള്ളതടക്കം നിരവധി കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കേന്ദ്ര കമ്മിറ്റിയുടെ റിപ്പോർട്ട് അവസാനിക്കുന്നത്.